അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുള്ള ഡ്രീം ലീഗ് സോക്കർ 2025 അല്ല നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. നമ്മൾ FC മൊബൈലാണ് കളിക്കാൻ പോകുന്നത്. അതും റോഡ് ടു ഒരു സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ FC മൊബൈലിൻ്റെ കളിക്കാൻ പോകുന്നത്. പിന്നെ ഒരു 1 വീക്കായി തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. സോ നമ്മുടെ ക്ലബ്ബ് തന്നെയാണ് 105 ഓവർ. പിന്നെ അപ്ഡേറ്റ് വെക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ഗാർഡിയോള എന്തോ, പിന്നെ സെൻറ്റർ ബാക്ക് കിമ്മിഞ്ചായിരുന്നു, അത് പോയി. പിന്നെ ബലോട്ടലിനെ കൊണ്ടുവന്നു. വേറെ അപ്ഡേറ്റ് ഒന്നുമില്ല. പിന്നെ ഇറ്റുണ്ട് സബ്ബിൽ, എല്ലാവരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നുമില്ല കേസ്, കണ്ടില്ലേ. പിന്നെ നമ്മുടെ ഇതന്നെ ടീം ഓഫ് ദ ഇയർ വന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ ഉണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ പോവാം. മാർക്കറ്റിൽ നല്ല നല്ല കാർഡ്സൊക്കെ ഉണ്ട് കേസ് മാർക്കറ്റിൽ. ഓക്കെ, നമുക്ക് ഹെഡ് ടു ഹെഡ് കളിക്കാൻ അത്ര ഇതില്ല, കാരണം നെറ്റ് പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ഹെഡ് ടു ഹെഡ് കളിച്ചാലും അത്ര വർക്കൗട്ടാവില്ല. ചലഞ്ച് മോഡ് എന്തെങ്കിലും ഉണ്ടോ? ചലഞ്ച് എൻ്റെ മോനെ, ഇതെന്താ ഇങ്ങനത്തെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സോ 3500 ജമ്മും പ്ലസ് ബെല്ലിംഗ്ഹാം. സോ ഇത് സീനായിട്ടുണ്ട്. നമുക്ക് ഇത് കളിക്കാം. സോ ഓക്കെ, ഫുൾ മാച്ചസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കളിച്ച് കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ ബെല്ലിംഗ്ഹാമിനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, കാരണം അപ്പത്തും ടഫാകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ബെല്ലിംഗ്ഹാമിനെ എടുക്കുന്നില്ല, കാരണം എനിക്ക് ബെല്ലിംഗ്ഹാമിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കാത്തത്. സോ സണ്ണുണ്ട്, സണ്ണിൻ്റെയും നമ്മൾ കളിക്കും. സോ നമുക്ക് പിന്നെ 3000 എത്രയോ ജെംസ് കിട്ടും. അപ്പം നമുക്ക് അതായിട്ട് പാക്ക് ഓപ്പൺ ചെയ്യാം. സോ ഇപ്പോൾ ചില ഫസ്റ്റ് വീഡിയോ കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. പിന്നെ നമ്മൾ തുടർച്ചയായ വീഡിയോ ഒക്കെ ലഭിക്കുന്നുണ്ടായിരിക്കും. സോ കുറേ ദിവസമായി വീഡിയോ ഇട്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് എന്തായാലും വീഡിയോ വിചാരിച്ച്. ഇന്നെന്തായാലും സാറ്റർഡേ ആണ്. സോ ഓക്കെ, ഫസ്റ്റത്തെ ഗോൾ നമ്മുടെ വെറോണ അടിച്ചിട്ടുണ്ട്. സോ നല്ലൊരു ഗോളാണ്. പക്ഷെ നമ്മൾ നമുക്കെന്തായാലും പന്തെടുക്കാൻ നോക്കാം. ബെലോട്ടലി എടുത്തു. ബെലോട്ടലാണ് നമ്മൾ എടുത്തുമ്പോൾ ലോങ് റേഞ്ചർ ഒന്ന് അടിച്ചു നോക്കാം. ബെലോട്ടലിൻ്റെ ഷോട്ടിന് കിഡിലാണ്. ഓ കണ്ട, വാട്ട് എ ഗോൾ ഗേസ്. ബെലോട്ടലിൻ്റെ ഷോട്ട് കിഡിലാണ്. പിന്നെ ഈസി ഡിഫിക്കൽറ്റിയാണ്. സോ കണ്ടില്ലേ, അങ്ങനെ റിപ്പിൾ ഒന്നുകൂടി കാണിച്ചു തരണ്ടില്ലേ. ലോങ് ഷോട്ട് ഇറ്റ്സ് എ ഗോൾ. സോ നമ്മൾ 2-0 ലീഡാക്കി. ഓക്കെ, ബെലോട്ടലി സീനാണ് കേസ്, കാരണം നമ്മൾ ഹെർണാണ്ടസ് 105 ഉണ്ടെങ്കിലും, കാരണം ഹെർണാണ്ടസ് വെറും നമുക്ക് കാർഡ് ശരിക്കും 102-ൻ്റെ. പക്ഷേ ബെലോട്ടലി 103 ആയതുകൊണ്ട് മാത്രമേ ഞാൻ ബെലോട്ടലിനെ ഇപ്പോൾ ടീമിൽ വെച്ച്, കാരണം 102-ന് മാറ്റാം, നമുക്ക് 103 ആക്കാം. മഷ്റാനിനെ കിട്ടുകയാണെങ്കിൽ ഞാൻ റാങ്ക് അപ്പ് ചെയ്ത് 105 ആക്കും. സോ ഈ അണ്ടർബർമി പറഞ്ഞതായില്ലേ ഗേസ്, ഇവൻ ലോങ് ഷോട്ടൊക്കെ സീനാണ്, കാരണം കിടലിനായിട്ട് ലോങ് ഷോട്ടൊക്കെ എടുക്കും. ഓക്കെ, ബെലോട്ടലി ലോങ് ഷോട്ട്, ബെലോട്ടലി ഒക്കെ പന്ത് കിട്ടിയില്ല. സോ നമുക്ക് ഇനി സെൻട്രൽ ബാക്കിൻ്റെ ആവശ്യമാണ് നമ്മുടെ ഇല്ല. വെറും 98-നുള്ളൂ. കിമ്മിഞ്ച പോയപ്പോൾ നമുക്ക് ഇനി ഒരു സെൻട്രൽ ബാക്ക് വേണം. സംഭവം സെൻട്രൽ ബാക്ക് നല്ല സെൻട്രൽ ബാക്കിന് വേണം. 100-ൻ്റെ നല്ല നമുക്കൊരു 102 വേണം. നല്ലൊരു കിമ്മിഞ്ചിനേക്കാൾ മികച്ചത് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കിമ്മിഞ്ചിനെ ഞാൻ എടുത്ത് വിറ്റതാണ്. സംഭവം സെൻട്രൽ ബാക്ക് ടോട്ടി ഇവൻറ്റിൽ ഒരാളെ വാങ്ങാൻ, ബട്ട് ഞാൻ വിറ്റതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ സെൻട്രൽ ബാക്ക് അയാൾക്ക് പൈസ കൂടി. സോ അവരെ എന്തായാലും എടുക്കേണ്ടതായിരിക്കും, ബട്ട് അയാളെ ആരാണ് ഞാൻ പറയില്ല. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. സോ നമ്മളെ FC മൊബൈലിൻ്റെ രണ്ടാമത്തെ റോട്ടുകോരി മാത്രമാണ് കേസ് നമ്മുടെ ചാനൽ. സോ ഡ്രീം ലീഗിൻ്റെ 3 കൈ നിൽക്കണമെന്നുണ്ട്, അതാണ്. സോ നമ്മുടെ മാച്ച് അവസാനിച്ചു. ഈ മാച്ച് മാത്രമല്ല, നമ്മൾ കൂടുതൽ ഗെയിം പ്ലേ നമ്മൾ ഇതിൽ കളിക്കുന്നുണ്ട്, കാരണം
നമ്മൾ ഇനി 1 വീക്ക് വീഡിയോ ഇടാത്തതിൻ്റെ എല്ലാ ഇതും ഈ വീഡിയോയിൽ നമ്മൾ ചേർക്കുന്നതാണ് ഗൈസ്. സോ അത്യാവശ്യത്തിന് ലാഗ് ഉണ്ടാവും ചിലപ്പോൾ, അതിനനുസരിച്ച് ചിലപ്പോൾ വീഡിയോ ലെങ്ത്തും കൂടും. ചിലപ്പോൾ സൺഡേ ആക്കാനും വീഡിയോ വരുന്നത്, ചിലപ്പോൾ സാറ്റർഡേ വരും അല്ലെങ്കിൽ സൺഡേ വരും. സോ ഇതിലേതെങ്കിലും ദിവസം ആക്കാനും വരല്ലേ. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തോളി. FC മൊബൈലിൻ്റെ അടുത്തൊരു റോഡ് ടു ഒരു സീരീസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതിൻ്റെ ചാനലിൽ നമുക്ക് വീഡിയോ ഇടും. ഈ വീഡിയോ വന്ന ഉടനെ നമുക്ക് ആ വീഡിയോ നമ്മൾ ഇടുന്നതാണ്. സോ റോഡ് ടു 3 ആണ് നമ്മൾ അത് ഇടാൻ പോകുന്നത്. ഓക്കെ, ഗാർഡിയോള എടുത്തു. ബലോട്ടലി സീനാട്ടോ. ലാമിൻ യമാൽ, പുലിസിച്ച്. ഓക്കെ, കോബല് സേവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ ഹെർണാണ്ടസ് ഇതാ സീനായിരുന്നു, ബട്ട് ഇപ്പം നമുക്ക് OVR-അനുസരിച്ച് വെക്കാം. സിദാൻ മിസ് പാസ്. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, അഗെയിൻസ്റ്റ് സിദാൻ, ലാമിൻ യമാൽ. ഓക്കെ, ഓഫ് സൈഡ്. സോ ഒരു ഓഫ് സൈഡ് ആയിപ്പോയി. ഓഫ് സൈഡ് അല്ലെങ്കിൽ അതൊരു ഗോളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു കേസ്, കാരണം കൃത്യം ഒരു ഹെഡറാണ് പുലിസിച്ച് നൽകിയത്. ഓക്കെ, സിദാൻ. ഓക്കെ, പുലിസിച്ച്. ഓ, ബലോട്ടലിൻ്റെ ഷോട്ട് ബ്ലോക്ക് ചെയ്തു. ഞാൻ അവിടെ പവർ ഷോട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടില്ല, കാരണം ഇനി അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഒപ്പോണൻ്റ് പന്തെടുക്കും. ലാമിൻ യമാൽ. അത് ഡിഫ്ലക്ഷൻഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല പവർ ഷോട്ട് തന്നെ ആയിരിക്കും യമാലിൻ്റെ ഭാഗത്തിൽ നിന്നും. ഓക്കെ, അത് ഇപ്പോഴത്തെ ടഫാണ്, ടഫ് ഡിഫിക്കൽട്ടി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ബെല്ലിംഗ്ഹാമിനെ എടുക്കാൻ നോക്കാത്തത്, കാരണം അപ്പോൾ നല്ല ടഫാകരം. സോ ഇപ്പോൾ ഓക്കെ, അഡ്രിയൻ, ബലോട്ടലി. ഓക്കെ, ചാൻസ് ഉണ്ട്. ഓക്കെ, അഡ്രിയൻ. അത് അത്ര ഒരു പവറില്ല, അത് തന്നെയാണ് സംഭവം. കുറച്ചും കൂടി നല്ല പവറിൽ അടിക്കണമായിരുന്നു. ഓക്കെ, ബലോട്ടലി. ഓക്കെ, അത് മിസ് പാസ്സായി, അത് മിസ് തന്നെ മിസ്റ്റേക്കാണ്. ഓക്കെ, റോൺ എടുത്തു. സോ മാച്ച് ഏകദേശം 50 മിനിറ്റായി. പിന്നെ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് പൊട്ടി ഈസ്റ്റ് ബംഗാളിനോട്. സോ നമ്മളെ പ്ലേ ഓഫ് സാധ്യത ഇങ്ങനെ പോവാണ്. അടുത്ത കളിയിൽ തിരിച്ചു വരുമെന്നാവും. തിരിച്ചു വന്ന അടുത്ത കളി ചെന്നൈയിനോടാണ്. ജയിച്ചാൽ മതിയായിരുന്നു. സോ സിദാൻ ആക്ച്വലി ഫൗളാണ് സിദാനെ. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെനാൾട്ടി ഓപ്ഷൻസും കുറേ റെഫറി തടഞ്ഞു. റെഫറി നമ്മളിപ്പോൾ നമ്മളിനി അടുത്ത സീസണിൽ ഇപ്പോൾ നല്ല ടീമായി, അത് കാര്യമില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ ഇപ്പോൾ നല്ല ടീമാക്കി ഒക്കെ അങ്ങനെയൊക്കെ ആക്കി വിചാരിച്ചു. പക്ഷേ റെഫറി ഫൗളായാൽ ഇന്നെ എന്ത് ചെയ്യാം. റെഫറിയുടെ കറക്റ്റ് ഡിസിഷനൊക്കെ റെഫറിക്ക് നമുക്ക് ലഭിച്ചത് നമ്മളൊക്കെ എന്നോ ISL കപ്പൊക്കെ എടുത്തിരുന്നു ഗൈസ്. സോ 90 മിനിറ്റായി, എന്നിട്ടാണോ ഒപ്പോണ്ട് ഗോൾ അടിക്കാൻ നിന്നത്. അങ്ങനെ നമ്മൾ പരാജയപ്പെട്ടു ഗൈസ്. സോ നമ്മളങ്ങനെ ഒരു മാച്ച് കൂടി നമുക്ക് കളിക്കാം. ഇതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ജംസ് എടുത്തതിന് ശേഷം ഇനി 3 മാച്ച് കൂടി ഉണ്ടോ. 3 മാച്ച് കൂടി കളിക്കാം. ഇനി 2 മാച്ചും കൂടി ഉണ്ട്. ഇനി നമ്മൾ വെറും 2 മാച്ച് കളിച്ചിട്ട് നേരെ 3000-ൻ്റെ ജംസ് T20-ലെ ജംസ് ഓപ്പൺ ചെയ്യുന്നതാണ്. സോ ഞാൻ ഈ മാച്ച് കൂടി കാണിക്കണുള്ളൂ, കാരണം ഈ മാച്ച് വേണ്ടി കാണിച്ചിട്ട് നമുക്ക് നേരെ ഇനി ഞാൻ മറ്റേ മാച്ച് ഗ്രൈൻഡ് ചെയ്യാം. കാരണം വീഡിയോ ലെങ്ത് ആവാണ്, അതാണ് പ്രശ്നം. വീഡിയോ അത്യാവശ്യത്തിന് ലെങ്ത് കൂടാണ് ഗൈസ്. ഓക്കെ, പുലിസിച്ച് ഇൻട്രസെപ്ഷൻ കണ്ടില്ല ഗൈസ്. സോ ഗാർഡിയോള വീഡിയോ ലെങ്ത് ആവുന്നുണ്ട്, അതുകൊണ്ട്
നമുക്ക് മാച്ച് കഴിക്കണം. ഓക്കെ, ഒപ്പോണൻറ്റിൻ്റെ അറ്റാക്ക്. അടുത്ത കളി ഞാൻ ഫുള്ള് ഇതായിരിക്കും. അടുത്ത കളി കാണിക്കുന്നില്ല, കാരണം ഞാൻ കളിച്ച് പോവാണ്. കാരണം വീഡിയോ ലെങ്ത്ത് കൂടാണ് ഗൈസ്. മിസ് പാസ് ബെലോട്ടലി എത്ര പാസ്സാണ് മിസ് പാസ്സാകുന്നത്. ഇതാ നമുക്കിനി ഹെർണാണ്ടസിനെ ഇപ്പം ഇറക്കണോ അറിയില്ല. ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടെ ആയിട്ട്. ഓ യമാലി കറക്റ്റ് കീപ്പർ എവിടെയാണ് അങ്ങോട്ട് തന്നെ ഇടിച്ച് എടുത്തിട്ടുണ്ട്. സോ ഇൻ്റർസെപ്ഷൻ. നമുക്ക് ഇനിയും ബെലോട്ടലിനെ മാറ്റാം. നമുക്ക് വേണമെങ്കിൽ 2 സ്ട്രൈക്കർ കോമ്പോ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. യെസ്, അതിനാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ചാൻസ് ഉണ്ട്. ഓക്കെ, ഓടാ പോസ്റ്റ് അടിച്ച് പോയടാ. ഞാനത് ഗോളാണ് വിചാരിച്ചത്, ബട്ട് ഓട്ടോമാറ്റിക് പ്ലേ ആയതുകൊണ്ട് അത്രയും പോസ്റ്റ് അടിച്ചു. ഷുവർ ഗോളിയൊക്കെ പൊന്ത് പോകാനുള്ളായിരുന്നു. ബട്ട് സോ ബെലോട്ടലി നമുക്ക് 2 സ്ട്രൈക്കർമാരുടെ ഒരു കോംബോ കാണാൻ വേണ്ടിയാണ് ഹെർണാണ്ടസിനെ ഞാൻ ഇപ്പം ഇറക്കാൻ പോകുന്നത്. ഓക്കെ, ഫോൾ ക്വിക്കൊന്നും എടുക്കട്ടെ. ഹെർണാണ്ടസിനെ എത്തിക്കോട്ടെ. അല്ല, ഹെർണാണ്ടസ് ഇപ്പം തന്നെ എത്തൂലല്ലേ. സോ ഓക്കെ, സിദാൻ യമാൽ. ഓക്കെ, പന്ത് പോയില്ല. ബ്രില്യൻ പാസ്. ഓക്കെ പുലിസിച്ച് അടിച്ചു. 76 മിനിറ്റിൽ പുലിസിച്ച് അടിച്ചു. ബട്ട് വേറെ കാര്യമുണ്ട്, പുലിസിനെ നമ്മൾ സബ്ബാക്കി. പുലിസിനെ നമ്മൾ സബ്ബാക്കി. നമ്മൾ ഈ ഹെർണാണ്ടസ് ആൻഡ് കോംബോ 2 സ്ട്രൈക്കർമാരുടെ കോംബോ ഇനി വരുമെന്നറിയില്ല. അത് നമുക്ക് 4-4-2 ഫോർമേഷൻ കളിക്കണം. ബട്ട് ഇനിയിപ്പോൾ ഈ ഫോർമേഷനിലും ട്രൈ ചെയ്യാം. ഓക്കെ, ബെലോട്ടലി ടു ഹെർണാണ്ടസിൻ്റെ ലോങ് റേഞ്ചർ. ഓക്കെ, കണ്ടില്ല ഹെർണാണ്ടസിനെ എന്താ പറഞ്ഞത്, പടയാറിൻ്റെ ഷോട്ടാക്കണം ഹെർണാണ്ടസിൻ്റെ എപ്പോഴും. ബെലോട്ടലിനെ ലൈനിങ്ങായിട്ട് നല്ല പവർ ഷോട്ട് എടുക്കും ഹെർണാണ്ടസ്. സീനാണ്. ഓഫ് സൈഡ് ആവുമോ? യെസ്, ഓഫ് സൈഡ്, ക്ലിയർ ഓഫ് സൈഡ്. ഓക്കെ, നമ്മുടെ മാച്ച് ഏകദേശം അവസാനിക്കാൻ. നമ്മൾ 1-0 ലീഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. നമുക്ക് ഇനി ബാലൻസ് കളിച്ചാൽ മതി, അല്ലാതെ ഇങ്ങനൊന്നും കളിക്കണ്ട. ബെലോട്ടലി ഒക്കെ ഒരു ചാൻസ് വേണം. വേണ്ട, ഇതാ ഞാനൊരു സംഭവം ഹെർണാണ്ടസിലേക്ക് ഉദ്ദേശിച്ചു, ബട്ട് അത് നടന്നില്ല. ഓക്കെ, ഇംഗ്ലീഷിന് നല്ലൊരു ടാക്കിൾ. ഹെർണാണ്ടസ് ലോങ് റേഞ്ചറാണ് ഫുൾ ഹെർണാണ്ടസിനകത്തുനിന്ന്. സോ മാച്ച് അവസാനിച്ചിട്ടുണ്ട് ഗൈസ്. ഒക്കെ ഇപ്പോൾ അവസാനിക്കും. ക്ലിയറാണ്. ഓക്കെ, സോ ഫുൾ ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ അടുത്ത മറ്റൊരു ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ നമ്മൾ ഫുള്ള് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3000 ജംപ്സ് ആയിട്ടുണ്ട്. 3000 നമ്മൾ ജംപ്സ് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിനി പാക്ക് ഓപ്പൺ ചെയ്യാം. ഈ പാക്ക് ഓപ്പണിലൂടെ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നതാണ്. കിടിലൻ കാർഡ്സൊക്കെ കിട്ടിയാലും സന്തോഷമുള്ളൂ, കാരണം ടീമിലേക്ക് നല്ലൊരു കിടിലൻ കാർഡ്സ് ഉണ്ടല്ലോ. സോ നമുക്ക് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ അതിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. ബോണസ് അണ്ടർവേൾഡ് പാക്ക് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പാക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ക്രൊയേഷ്യ ഗാർഡിയോള കേസ്. നമുക്ക് ഈ പാക്കിൽ നിന്ന് എത്രാമത്തെ ഗാർഡിയോളനെ ലഭിക്കുന്നതാണ് കേസ്. സോ വീണ്ടും അനദർ ഗാർഡിയോള തന്നെ നമുക്ക് വീണ്ടും ലഭിച്ചിട്ടുള്ളത്. സോ നമ്മുടെ വീഡിയോ അതിൻ്റെ ടൈമായി. ലൈക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടിച്ചു വിടുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു റോഡ് ടു ഒരു സീരീസ് അടുത്ത വീഡിയോ എന്തായാലും FC മുംബൈയിൽ തന്നെയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെക്കും ബൈ ബൈ.